ഇസ്രയേൽ ഇറാൻ പോരാട്ടത്തിന് ശേഷം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രയേൽ അവരുടെ രാജ്യത്തെ മൊത്ത ആഭ്യന്തര നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അതിൽ തന്നെ ഇപ്പോൾ 20,000-ഓളം കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നതിൻ്റെ കൃത്യമായ നഷ്ട വിവരണങ്ങൾ ഓരോന്നായി കണക്കെടുപ്പിൽ ഇപ്പോൾ സർക്കാർ അത് സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മരണം 28 ഉള്ളൂ എന്ന് നെതന്യാഹു വീണ്ടും വീണ്ടും ലോകത്തോട് പറയുമ്പോഴും അവർക്കുണ്ടായ ആഭ്യന്തര നഷ്ടം അത് സമാനതകളില്ലാത്തതാണ് എന്ന് വ്യക്തമാകുന്നു. ഇതിനിടയിലാണ് നെതന്യാഹുവിനെ രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലിക്വിഡ് പാർട്ടിയിലെ തന്നെ വിമതർ ശക്തമായി രംഗത്ത് വരുന്നത്. പ്രതിപക്ഷവുമായി ചേർന്നുകൊണ്ട് ആഭ്യന്തര കലാപത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇറാൻ്റെ പരമോന്നതകാരിയായ അയത്തുള്ള അൽ ഖമനേയി പറഞ്ഞൊരു വാക്കുണ്ട്: ഇസ്രയേൽ സ്വയം തകർന്ന് നാശമായിക്കോളും. അവർ ഒരുമയോടെ നിൽക്കുന്നു എന്ന് പറയുന്നത് വെറുതെയാണ്. ഏകാധിപതിയെ പോലെയാണ് നെതന്യാഹു പെരുമാറുന്നത് എന്നത് മാത്രമല്ല, ലോകരാജ്യങ്ങളെ മര്യാദ പഠിപ്പിക്കാനുള്ള നെതന്യാഹുവിൻ്റെ ശ്രമം കൃത്യമായും ഇറാൻ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, അഡോൾഫ് ഹിറ്റ്ലർ തകർത്തെറിഞ്ഞ ജൂതന്മാർ അവർ ചിതറിയോടി അവരെല്ലാം കൂടി വീണ്ടും ജെറുസലേമിൽ ഒത്തുകൂടി ജോർദാൻ താഴ്വരകൾ പിടിച്ചടക്കിക്കൊണ്ട് നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ മുന്നേറും എന്നൊക്കെ വീമ്പ് പറഞ്ഞ ലിക്വിഡ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെടാൻ പോകുന്നു. ഇസ്രയേലികൾ കൂട്ടപലായനമാണ്. 20 ലക്ഷം പേർ രാജ്യം വിട്ടു എന്ന കണക്കുകൾ വരുന്നുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇതിൽ 6 ലക്ഷം പേരുടെ കണക്കുകൾ വ്യക്തമായി വരികയാണ്. അതായത് ഇസ്രയേലിലെ ജനസംഖ്യ വീണ്ടും കുറയും. 90 ലക്ഷം എന്നത് 60-ഓ 50-ഓ ആയി കുറഞ്ഞാലും അത് അത്ഭുതകരമല്ല എന്നുള്ളത് വ്യക്തം. നെതന്യാഹു എന്ന ഭരണാധികാരി ഉള്ളപ്പോൾ ഇസ്രയേലിനെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. വെറും 25,000 ചതുര കിലോമീറ്റർ അത് നേരാവണ്ണം അതിർത്തി കാത്ത് സംരക്ഷിക്കാൻ പോലും നെതന്യാഹുവിന് കഴിയുന്നില്ലല്ലോ എന്ന് അവിടെയുള്ള പ്രതിപക്ഷവും പറയുകയാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന നെതന്യാഹുവിന് യുദ്ധത്തോടാണ് താല്പര്യം മുഴുവൻ. ലോകത്ത് എവിടെയൊക്കെ ആക്രമിക്കാൻ കഴിയുമോ മുസ്ലിം രാജ്യങ്ങളെ, ഇസ്ലാം രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ സ്വപ്ന പദ്ധതികൾ. അമേരിക്കയുടെ നയങ്ങൾ അത് എപ്പോഴും ഇസ്രയേലിന് അനുകൂലമായിരിക്കുമെന്ന് കരുതിയെടുത്താണ് അമേരിക്ക കൃത്യമായി വെടിനിർത്താൻ ഇസ്രയേലിനോട് പറഞ്ഞത്. ഖത്തറിലെ അമേരിക്കൻ എയർബേസ് തകർന്നതിന് ശേഷം അമേരിക്കയ്ക്കുണ്ടായ പരിഭ്രാന്തി ചില്ലറയൊന്നുമല്ല. അമേരിക്കയ്ക്ക് അറിയാം ഇത് വലിയ നാശനഷ്ടത്തിലേക്ക് പോകും. ഇസ്രയേൽ തിരിച്ചടിക്കും എന്നൊക്കെ പറയുമ്പോഴും ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് ഇറാൻ കൊടുത്ത പ്രത്യാക്രമണം അത് സമാനതകളില്ലാത്തതായിരുന്നു എന്ന് വ്യക്തം. ഇറാഖിനോട് ഇറാൻ ഏറ്റുമുട്ടിയപ്പോൾ പോലും ഇത്രയധികം ശക്തമായി ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതും ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇസ്രയേലിലെ ഭരണമാറ്റം അതുതന്നെയാണ്, റജീം ചേഞ്ച് തന്നെയാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. ഇറാൻ്റെ ആഗ്രഹം സ്ഥാപിക്കപ്പെടുന്ന രീതിയിലേക്ക് ആഭ്യന്തര യുദ്ധം വരുന്നു. ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്ന നെതന്യാഹുവിന് സ്വന്തം അധികാരം നഷ്ടപ്പെടാൻ പോകുകയാണ്.